കൂട്ടുകാരെ, ലക്ഷ്മി കുട്ടീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കുണ്ടായിട്ടുള്ളൊരു സന്തോഷം നിറഞ്ഞൊരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഞാൻ ഒരു വയലോപ്പള്ളി സ്മാരക ഒരു സ്കൂളുണ്ടായിരുന്നു. അവിടെ ഒരു വയലോപ്പള്ളി മുല്ലനേഴി കവിതാ മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ പാടി. കലോത്സവത്തിന് തന്നെ പാടിയത് നമ്മുടെ വയലോപ്പള്ളി സാറിൻ്റെ പാട്ടാണ് പാടിയത്. അപ്പം അതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ സ്കൂളിന് എന്താണ് വയലോപ്പള്ളി സ്മാരക സ്കൂൾ എന്ന് വിളിക്കാൻ കാരണം ഉള്ളൂരാണ്. അപ്പം എന്താണ് അത് വിളിക്കാൻ കാരണം? അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വയലോപ്പള്ളി സാറ് HM ആയിട്ട്, അതായത് ഹെഡ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള 1960 ആ കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അത് വയലോപ്പള്ളി സ്മാരക സ്കൂൾ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ മുല്ലനേഴിയും വയലോപ്പള്ളിയുമായിട്ട് എന്താ ബന്ധം പറയും? വയലോപ്പള്ളി അധ്യാപകനായിട്ട് കഴിയുന്ന കാലത്ത് മുല്ലനേഴി വയലോപ്പള്ളിയുടെ ശിഷ്യനായിരുന്നു. അപ്പം അതുകൊണ്ടാണ് വയലോപ്പള്ളിയും മുല്ലനേഴി തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് അവരുടെ രണ്ടാളുടെയും കവിതയാണ് നമ്മളോട് ചൊല്ലാനായി പറഞ്ഞത്. അതിൻ്റെ റിസൾട്ട് പറഞ്ഞു. റിസൾട്ടിൽ എന്നെ ഫസ്റ്റ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അതിന് ഫസ്റ്റ് എന്ന് വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തേർഡ് കിട്ടിയ കുട്ടി വന്നിട്ട് ക്ഷയിക്കാണ്ട് വന്നു. പിന്നെ ഞാൻ അവിടെ മാറി ഇരുന്നപ്പോഴത്തേക്കും ഒരു UP ഒരു ചേട്ടൻ വന്നിട്ട് എന്നെ ക്ഷയിക്കാൻ വന്നിട്ട് പോയി. എനിക്ക് വളരെയേറെ സന്തോഷമായി. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യണം. വേറൊരു കുട്ടിക്ക് ഇപ്പം ഞാൻ തേർഡ് കിട്ടിയ കുട്ടീനെ വഴിയിൽ വെച്ച് കണ്ടു. ഞാൻ അതിനെ തിരിച്ച് ക്ഷയിക്കാൻ കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം അവരുടെ വിജയത്തിന് നമ്മൾ അംഗീകരിക്കണം, അവർക്കൊരു ക്ഷയിക്കാൻ കൊടുക്കണം. അപ്പം അവർക്കും സന്തോഷമാവും. പിന്നെ അവർക്ക് ഭയങ്കര മനസ്സിറങ്ങി സന്തോഷം. അതേപോലെയാണ് എനിക്കും ഉണ്ടായത്. അത് ഭയങ്കര നല്ല സ്കൂളാണെന്ന് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ ചെടികളും വയലോപ്പള്ളിയുടെ ചിത്രങ്ങൾ, മുല്ലനേഴിയുടെ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു അതുപോലെ തന്നെ സ്കൂളാണ്. പിന്നെ അവിടെ വയലോപ്പള്ളിയുടെ ഒരു ഇങ്ങനെ സ്മാരകം വെച്ചിട്ടുണ്ട്, ഒരു ശില്പം പോലെയൊക്കെ വെച്ചിട്ട്. എനിക്ക് സ്കൂൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് അതിൻ്റെ സമ്മാനത്തിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഡിറ്റോറിയത്തിൽ. ആ ഫംഗ്ഷൻ 22-ാം തീയതി ആണ് സമ്മാനദാനമാണ്. പിന്നെ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്, മൊമെൻ്റ് ഉണ്ട്, പിന്നെ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട്. അപ്പം ഈ 3 സമ്മാനങ്ങളാണ്. അപ്പം അത് 22-ാം തീയതിയാണ്. ഞാൻ അവിടെ എക്സൈറ്റോട് കാത്തിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും. അപ്പം എല്ലാവർക്കും ഇതാണ് എൻ്റെ ഏറ്റവും നിറഞ്ഞ സന്തോഷം എനിക്കുണ്ടായി. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.